ഹായ്. അപ്പോൾ സർവമായ എന്ന് പറഞ്ഞ സിനിമ ഈ 10 ദിവസം കൊണ്ട് 100 കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്ററിലൊക്കെ വന്നു, അതിൻ്റെ സെലിബ്രേഷൻ അവർ നടത്തി കഴിഞ്ഞു. ഞങ്ങൾ ദുബായിലാണ് കണ്ടത്, ലാസ്റ്റ് വീക്കാണ് കണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരവകാശവാദങ്ങളോ ഒരു കൊട്ടിഘോഷികളോ ഒന്നുമില്ലാണ്ട് ഒരു സാധാരണ സിനിമ വന്ന് 10 ദിവസം കൊണ്ട് 100 കോടി നേടണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ലാലേട്ടന് ശേഷം നിവിൻ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓൾമോസ്റ്റ് ലാലേട്ടനെ പോലത്തെ ഒരു സൂക്ഷ്മാഭിനയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു നടനാണ് നിവിൻ. നിവിനെ ശരിക്കും നമ്മൾ മിസ് ചെയ്തത്, അദ്ദേഹം ഈ 10 വർഷമാണ് അദ്ദേഹം ശരിക്കും ഒന്ന് അഭിനയിച്ചത്. 2010 തുടങ്ങി ഒരു 20 വരെ. ഈ ബാക്കി ഈ 5 വർഷം അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരാനിരുന്നപ്പോഴാണ് ശരിക്കും ലാലേട്ടനെയൊക്കെ നമ്മളിപ്പോഴും പറയാറുള്ളത്. ലാലേട്ടൻ്റെ നല്ല സിനിമകൾ ഈ അടുത്ത കാലത്ത് വരാതിരുന്ന സമയത്താണ് ലാലേട്ടൻ ആൾക്കാർ ശരിക്കും മിസ് ചെയ്തത്. ലാലേട്ടൻ്റെ പഴയ സിനിമകൾ റിലീസ് ചെയ്ത് അത് കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ലാലേട്ടൻ്റെ ഒരു സമ്മാനങ്ങൾ പോലെ എമ്പുരാന്, തുടരും ഇതൊക്കെ വന്നു. അപ്പോൾ അതാണ് ഒരു സ്ലീപ്പർ സെൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു 10 വർഷം നിവിൻ ശരിക്കും ഒന്ന് അധ്വാനിച്ചിട്ടുള്ളതെന്ന് പറയാം. അദ്ദേഹം ചെയ്തു വെച്ചത് ഇങ്ങോട്ട് ആൾക്കാർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏകദേശം ലാലേട്ടനെ പോലെ തന്നെ ഒരു വളരെ ക്യൂട്ടാണ്. ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞേക്കാം, സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ബോറും ഇല്ലാത്ത ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന ഒരു നടനാണ് നിവിൻ. നിവിൻ്റെ സൂക്ഷ്മാഭിനയം ഭയങ്കര രസമാണ്. ചിരി, കണ്ണ്, പല അങ്ങനെ പരിപാടികളായിട്ടുള്ള. ഞാൻ ശരിക്കും നിവിൻ്റെ ഏറ്റവും വലിയ ഫാനായതെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും എനിക്ക് നിവിൻ്റെ ഇഷ്ടമാണ്. നിവിൻ്റെ പടങ്ങൾ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തിയേറ്ററിൽ പോയി ഞാൻ പൈസ മുടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് പേരുടെ സിനിമകൾക്ക് മാത്രമേ ഞാൻ പൈസ മുടക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്നെ അതിൽ നിന്ന് നിവിൻ്റെ ശരിക്കും ഫാനാക്കി എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഹീറോ ബിജുവാണ്. നിവിൻ അതുവരെ ചെയ്ത കാറ്റഗറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു പോലീസ് വേഷം പിടിച്ച് അതിൻ്റെ ആക്ഷനൊക്കെ നല്ലതായിരുന്നു. അതിന് പുള്ളി ഇതൊക്കെ പഠിച്ചായിരുന്നു, കരാട്ടയോ കളരിയൊക്കെ പഠിച്ചതായിരുന്നു. എനിക്ക് അതും കൂടിയൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ നിവിനെ വളരെയായിട്ട് ഇഷ്ടപ്പെട്ടത്. അന്ന് തുടങ്ങി നിവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നിവിൻ്റെ സ്ലീപ്പർ സെൽ ഫാൻസിൽ ഞാനും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ സത്യനന്ദിക്കാട് പ്രായമായിട്ട് വരുന്നു. പുള്ളിയുടെ ഒരു ജോണർ ഇത്രയും വർഷങ്ങളായിട്ടും പുള്ളിക്ക് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് പ്രായമായി പുള്ളി ഒരു സിനിമ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് ആ ഒരു സ്റ്റേജിലേക്ക് എന്നുള്ളത് അതിനൊരു ഉത്തരം കിട്ടി. അഖിൽ സത്യൻ അല്ലെങ്കിൽ സത്യനന്ദിക്കാടിൻ്റെ മക്കൾ ആ ഒരു തോട്ടും അതേ രീതിയും അതിൻ്റെ ആ ഒരു സ്പേസും കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്തൊരു 30-40 വർഷത്തേക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ലതായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് നിവിൻ കോംബോ നല്ലതായിരുന്നു. അജു വർഗീസ് ഒരു ഭയങ്കര നിഷ്കളങ്കനായ, വളരെ ഒട്ടും സെൽഫിഷ് അല്ലാത്തൊരു ആക്ടറും കൂടിയാണ്. എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റിലെ സുരേഷ് റെയ്നയാണ് എപ്പോഴും അജു വർഗീസിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഏതൊരാളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ആത്മാർത്ഥമായിട്ട് അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന വളരെ അപൂർവം ചില മലയാള നടന്മാരിൽ ഒരാളാണ് അജു വർഗീസ്. പിന്നെ നായികയുടെ കേസ് എനിക്ക് പറയണമെങ്കിൽ എനിക്കൊന്ന് നായികയ്ക്ക് ഇതൊരു കേക്ക് വാക്കായിരുന്നു ശരിക്കും. കാര്യം പുള്ളിക്കാരത്തിയുടെ വളരെ സേഫ് സോൺ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്താണോ റിയൽ ലൈഫിലുള്ളത് അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരത്തി സിനിമയിൽ ബിഹേവ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അഭിനയം പുള്ളിക്കാരത്തെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം പുള്ളിക്കാരത്തിയുടെ ഒരു നേച്ചർ കറക്റ്റായിട്ട് ഈ ഒരു പടവുമായിട്ട് കറക്റ്റ് ഒരു ഗ്രിപ്പിംഗ് ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയെല്ലാം ഓക്കെയാണ്. കാണാത്തൊരു പോയി കാണുക. സർവം മായ.